ഇന്ന് സുഹൃത്തുക്കൾ എൻ്റെ കയ്യിൽ വീഡിയോസുകളൊന്നുമില്ല, പക്ഷേ ഇത് വെച്ച് നമുക്ക് തുടങ്ങാം. UDF കാലത്തെ കരാർ LDF സർക്കാർ റദ്ദാക്കി, അതിനാലാണ് പ്രതിസന്ധി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. KSEBയുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ നമ്മൾ ഇതേ ചോദ്യം വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക, മഴ എവിടെ മഴ എന്ന് ചോദിക്കും. ഇനിയും കറണ്ട് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഴയല്ലേ മഴ, കറണ്ട് ഒന്നും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും പിന്നെ വീണ്ടും പറയുന്നുണ്ടായിരിക്കുക. ശരി, എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? കൃത്യമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഇതാ റിപ്പോർട്ടർ ചാനൽ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്: 25 വർഷത്തേക്ക് യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ LDF സർക്കാർ റദ്ദാക്കി. 7 വർഷം വൈദ്യുതി വാങ്ങിയ ശേഷമാണ് റദ്ദാക്കിയത്. പക്ഷെ ഏറ്റവും വലിയ രസം, ആ 7 വർഷം ഇവിടെ പൊരിഞ്ഞ വൈദ്യുതി കട്ടായിരുന്നു, കറണ്ട് കട്ടായിരുന്നു. അതാണ് തമാശ. ഇവർ പറയുന്നത് 4 രൂപ 29 പൈസയ്ക്ക് ഇവിടെ വൈദ്യുതി വാങ്ങിച്ചിരുന്നു. ശരി, സമ്മതിക്കുന്നു, നിങ്ങൾ വാങ്ങിച്ചിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് വാങ്ങിച്ചിരുന്നു. എന്നിട്ട് എവിടെ ആ വൈദ്യുതിയൊക്കെ? എന്നിട്ട് എന്താ ചെയ്തേ? ആരൊക്കെ കൊണ്ടുകൊടുത്തേ? സ്വന്തം കുടുംബത്തേക്കാണ് ഇവന്മാരൊക്കെ കൂടി കൊണ്ടുപോയത്? എനിക്ക് മനസ്സിലാവാൻ പറ്റാത്തതിന് ചോദിക്കട്ടോ. എന്നിട്ട് ആ ഒരു കരാറ് LDF സർക്കാർ വന്നപ്പോൾ റദ്ദാക്കിയെന്ന് പറയുന്നത്. ശരി, സമ്മതിക്കാം, ഒരു വാദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് സമ്മതിക്കാം. 4 രൂപ 29 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ഒരു കരാറ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കരാറ് റദ്ദാക്കിയെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പിന്നെന്താ അടുത്ത പറയാനുള്ളത്? പിന്നീട് വൈദ്യുതി വാങ്ങിയത് 8 രൂപ 14 രൂപ നിരക്കിൽ അദാനി കമ്പനിയിൽ നിന്ന്. അന്നത്തെ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ മേനോൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം മേനോൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളായിട്ട് അത് ഒഴിവാക്കണ്ട. ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്നത് നമുക്ക് കണ്ടെടുക്കാം. അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ 4 രൂപയ്ക്ക്, അങ്ങനെ തന്നെ പറയാം, 4 രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങിച്ചത്. ആ കരാറ് പിന്നീട് നമ്മുടെ പിണറായി വിജയൻ വന്നിട്ട് റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്ക് പിന്നീട് വൈദ്യുതി വാങ്ങിക്കാൻ തുടങ്ങി. ശരി, വാദത്തിന് വേണ്ടിയിട്ട് ഇത് സമ്മതിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രൂപയ്ക്ക് വാങ്ങിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ആ കാലഘട്ടത്തിലും ഇവിടെ കറണ്ട് കട്ട് ഉണ്ടായിരുന്നു, അല്ലേ? അതിഭീകരമായ കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അന്നും കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി 4 രൂപ വൈദ്യുതി വാങ്ങിച്ചിട്ട് എന്തേ ജനങ്ങൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. ശരി, രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അതിനുശേഷം പിന്നീട് 8 രൂപ 14 രൂപ കണക്കിനാണ് പിന്നീട് വൈദ്യുതി വാങ്ങിച്ചത്. ഈ പറയുന്ന ഈ ഒരു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അന്ന് ഈ വൈദ്യുതി ഇങ്ങനെ അദാനിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എന്തേ എതിർത്തില്ല? അതിൻ്റെ എതിർപ്പൊന്നും അന്ന് കണ്ടില്ലല്ലോ. ശരി, 8 രൂപ കണക്കിനാണ് വാങ്ങിച്ചതെങ്കിൽ ആ 8 രൂപ കണക്കിന് വാങ്ങിച്ച വൈദ്യുതി കഴിഞ്ഞ 10 വർഷവും ഒരു മുടക്കവും കൂടാതെ എല്ലാ വീട്ടിലേക്കും എത്തിച്ചു കൊടുത്തിരുന്നു. ഒന്നുകൂടി പറയാനുണ്ട്, സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലേക്കും കൃത്യമായിട്ട് വൈദ്യുതി എത്തിക്കുക എന്ന് പറയുന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുന്ന പരിപാടി കൂടി നടത്തിയത് LDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലല്ല. ഇതൊക്കെ ചെയ്തത് LDF കാലഘട്ടത്തിലായിട്ടും 8 രൂപയ്ക്ക് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചിട്ടും ആ വൈദ്യുതി കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ LDF സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞിരുന്ന ആ ഒരു സംഭവത്തെ, ആ വൈദ്യുതിയെ നിങ്ങൾ വന്ന സമയത്തും 8 രൂപയ്ക്ക് തന്നെ കിട്ടുമല്ലോ, അല്ലേ? 8 രൂപയ്ക്ക് തന്നെ അദാനിയിൽ നിന്ന് കിട്ടുമല്ലോ. എന്തേ അത് വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല? ഗവൺമെൻറ് ചുമതല എന്താണ്? എങ്ങനെ ഗവൺമെൻറ് കഷ്ടപ്പെടുന്നു എന്നൊന്നല്ല, അത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലേ? രക്ഷിതാക്കൾ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല, കുട്ടികൾക്ക് സംഗതി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുള്ളൂ. അവരെ കാര്യങ്ങളൊന്നും മുട്ടില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക, അല്ലേ? ശരി, അങ്ങനെയല്ലേ നോക്കിയിരുന്നത് ഇവിടുത്തെ നമ്മുടെ പിണറായി വിജയൻ സഖാവ്? എന്തേ നിങ്ങളടക്കമുള്ള ആളുകൾ വന്നപ്പോൾ അതങ്ങനെ കൊടുക്കാൻ കഴിയുന്നില്ല? അപ്പം അതിന് കഴിവില്ല എന്നർത്ഥം. വെറുതെ മുട്ടാത്തോക്ക്, ഇതിനാണ് മുട്ടാത്തോക്ക് ന്യായം എന്നൊക്കെ പറയാം. എന്തിനാണ് ഈ മുട്ടാത്തോക്ക് ന്യായങ്ങളാക്കിയിട്ട് വരുന്നത്? നിങ്ങൾക്കത് കഴിയുന്നില്ല. കൃത്യമായിട്ട് വൈദ്യുതി കാര്യത്തിൽ ഇടപെടാനോ ജനങ്ങൾക്കൊരു നന്മ പ്രവൃത്തി ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ ഇതിന് വേറെ ഉത്തരവൊന്നും എനിക്ക് പറയാനില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.